ഹലോ ഗൈസ്, നമ്മളെ നാട്ടിലത്തെ നോമ്പറണെന്ന്. അപ്പോൾ നമ്മളിന്ന് നോമ്പറക്കാൻ വന്നിരിക്കുന്നത് നമ്മളെ താഴെക്കോടില്ല ഒരു റിസോർട്ടിലേക്കാണ്. അപ്പോൾ റിസോർട്ടിൻ്റെ വ്യൂ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്താണ് അവസ്ഥ എന്നത്. അത് അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. അതാണ് ഇനി ഇങ്ങോട്ട് തിരിച്ചേ. പിന്നെ നമ്മളെ റിസോർട്ടിൻ്റെ പേര് ഇതാ ഓർക്കിഡ് ഹിൽസ്. ഇവിടെയാണ്. നമുക്ക് ആദ്യം റിസോർട്ടൊക്കെ എങ്ങനെ ഉണ്ട് ഒന്ന് പോയി നോക്കാം, എങ്ങനെ ഉണ്ട് കണ്ടിട്ട് വരാം. ബാക്കി എന്നിട്ട് പണിയെടുക്കാൻ പോവാം. ഇവിടെ നല്ല അടിപൊളി സെറ്റപ്പാണ് ഫുള്ള്. എന്താണ് അവസ്ഥ നോക്കി നോക്കുക. നല്ല വ്യൂവും സംഗതി സെറ്റപ്പാണ് അല്ലേ. പിന്നെ നമ്മളെ പ്രവാസി സുഹൃത്തുക്കൾ ഷാക്കിർ, ഷാനു, പിന്നെ അർഷാദ്, മാമച്ചൻ എല്ലാവരും ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ഈ ടൈമിൽ അല്ലേ. കഴിഞ്ഞ കൊല്ലൊക്കെ നമ്മൾ നോമ്പറക്കാൻ 10-30 ആൾക്കാരായിരുന്നു. ഈ കൊല്ലം ആകെ 15 ആളായി ചുരുങ്ങി. അതും 15 ആൾ തികച്ചുണ്ടാകുമെന്ന് അറിയില്ല. ഇനി നമുക്ക് നമ്മളെ കിച്ചൻ്റെ അവിടെ പോയി നോക്കാം, എന്തൊക്കെയാ പണിയെടുക്കണ്ടോ. ഓക്കെ, കിച്ചണൊക്കെ ചെറിയ കിച്ചണാണ്, അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷെ ബാക്കിയുള്ള സെറ്റപ്പൊക്കെ അടിപൊളി സെറ്റപ്പ്. അവിടെ ക്യാമറ വരുന്നുണ്ട് പറഞ്ഞപ്പോ ചിലവിടെ പണിയെടുക്കുന്നുണ്ട്. അവിടെ ഒരു പണിയില്ലാണ്ട് നിൽക്കുന്നുണ്ട്. ഇനി അതാ മറ്റേ 0.5 കിട്ടും. നമ്മളെ നാട്ടിലെ ആദ്യത്തെ നോമ്പ് പറയാണ്. പിന്നെ ഈ കൊല്ലത്തെ റമദാൻ മാസത്തെ താഴത്തെ നോമ്പ് അങ്ങനെ പറയാം. ആദ്യത്തെ നോമ്പ് പറയത്ത് നമ്മളെ നാട്ടിലത്തെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ. പറയൂ, എന്താ അങ്ങോട്ട് കൊണ്ടുവരേ. പറയൂ, എന്താണ് നമ്മുടെ ഒക്കെ കിട്ടും. വേറെ കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് എത്ര നോമ്പ് കിട്ടി? നമ്മക്ക് കുഴപ്പമില്ല. 15 ഇരുപതെണ്ണം കിട്ടിയില്ലേ. ഞങ്ങൾക്കൊക്കെ റമദാൻ മാസം തുടങ്ങിയിട്ട് 18 ആയിട്ടുള്ളൂ. എനിക്ക് 20 കിട്ടിക്കണു. അപ്പൊ എങ്ങനെയെന്ന് പറഞ്ഞു എനിക്കറിയാം. ഇത് ഞങ്ങളുടെ കുക്ക് ആശാൻ, എല്ലാം ഓൾ ഇൻ ഓൾ. മസൂദ് ബ്രോ പറയൂ, എന്താണ് പറയാനുള്ളത്? എന്താ പറയണു? എങ്ങനെയുണ്ട് പൈനാപ്പിളൊക്കെ? എങ്ങനെയുണ്ട് പൈനാപ്പിളൊക്കെ കുഴപ്പമില്ല. പൈനാപ്പിൾ മൂക്ക് തിന്നാൻ കൊടുക്കാം. ഇത് മൂക്ക് ഒഴിവാക്കണ്ടേ? ജ്യൂസിക്കുള്ളതല്ലേ? അപ്പൊ മൂക്ക് ഒഴിവാക്കണം. നമ്മള് ഇത് ബാസിത് ചെത്തിയതല്ലേ? അങ്ങനല്ലേ, പച്ചൊന്നും പോയിട്ടില്ല ബാസിത്തിന്റെ. അവര് കഴിച്ചു. നിങ്ങളെന്താ ഇതിൽ പറയാൻ വന്നല്ലോ? പറയാം, എന്താണ് നമ്മളെ പ്രവാസി സുഹൃത്തുക്കളോട് എന്താ പറയാനുള്ളത്? ഓലിക്ക് ഇപ്പൊ ഏതായാലും ഇതൊരു നഷ്ടമായി തോന്നിട്ടുണ്ടാവും നാട്ടിലെ എല്ലാവർക്കും. വീട് കാണുമ്പോ ഇടങ്ങേറുണ്ടാവേ. അവിടെ യുദ്ധവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ഓൽക്ക് സമാധാനത്തിന് നമ്മളെ വീഡിയോ കണ്ടിട്ട് സന്തോഷിക്കട്ടെ. പിന്നെ ഞങ്ങളിത് കഴിച്ചിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർ പറഞ്ഞുതരും, എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ടേസ്റ്റും കാര്യങ്ങളൊക്കെ തിന്നോല് പറഞ്ഞു. നമ്മളിത് ഇങ്ങനെ നമുക്കൊരു ക്യാമറമാനൊക്കെ വേണ്ട ഇടക്ക്. പിന്നെ ഇനിയിപ്പൊ നിഹാല് വന്ന മാതിരി ഇപ്പം വരുമോ നോക്കി നോക്കാം നമുക്ക്. കുഞ്ഞാക്ക ഉണ്ടാവും, വിളിക്കൂലേ? വേറൊന്നുണ്ട് ബാസ്തേ, ഫുഡ് കഴിക്കുമ്പോണ്ടല്ലോ ചിരിച്ച ഇതൊരു തട്ടുണ്ട്, ആ വീഡിയോയിൽ പെടുത്തണം കേട്ടോ. കഴിക്കുമ്പോ എടുക്കണം, മറക്കരുത്. നോമ്പില്ല, ശരിക്കും നോമ്പുണ്ട്. സത്യം പറയാം. വേറൊരാളെ കാണിച്ചാ ഗൈസ്, നമ്മളെ കൂട്ടത്തിലെ സൂമിയെ കിട്ടുക. ഇങ്ങോട്ടാ സൂമി കേട്ടോ. അഭിനയിച്ച് അങ്ങോട്ട് മരിക്കുക. നമ്മളെ വീഡിയോഗ്രാഫർ എല്ലാം വേണം. പറയും. ഡാബ്ജിന്റെ പാട്ടുണ്ട്. നമ്മളെ പൂളില് ഗൈസ് പൂള് കാണിച്ചു തരാൻ പറഞ്ഞു. കുറച്ചേക്ക് കാണിച്ചു തരാം. ഇല്ലല്ല, ഇവിടുന്ന് നമ്മള് കുറച്ചേക്ക് പോവാ. അയക്ക് എന്തൊക്കെ പറയണ, അയക്ക് എങ്ങനെ പിയ്യത് പാത്രം എടുത്തുന്നാ കുക്ക്. എടാ ഞാൻ അസിസ്റ്റന്റ് കുക്കാണ് അവിടുത്തെ. ഇതിക്ക് മസൂദ് ബ്രോ
ഇതിക്കും നാരങ്ങ പിന്നൂടെ അയക്കും ചെയ്യാം. അവരെ -2000. ഇനി നിങ്ങൾക്ക് ക്യാമറാമാനെ കാണിച്ചു തരണ്ടേ? ഇതാണ് നമ്മളെ ക്യാമറാമാൻ. പൊളിയല്ലേ? ഇനി നമുക്ക് പുറത്തത്തെ പൂള് കണ്ടിട്ട് വരാം. പണിയെടുക്കാൻ ഞങ്ങള് നിക്കണോ? വേണ്ടല്ലേ? സജീവാണ്. മതിയില്ലേ? വാസ്തുക്കെ ഉഷാറല്ലേ? നാരങ്ങ ബീച്ചിൽ എങ്ങനെ ഉണ്ടോ? ഇതില് എനിക്ക് ഈ വ്ലോഗ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ബാസ്യത്തിന് പറ്റിയൊരു കുട്ടി ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം. കല്യാണം നോക്കണ്ട് വൈകാതെ തന്നെ. ഇനി നമ്മളെ അവതാരപ്പിറവി രാജകുമാരൻ ചേപ്പിളി. എന്താണ് പറയാനുള്ളത്? എന്താ അടിപൊളി. ചെറുക്കാ പടവാ ഇങ്ങോട്ട് വാ. സുഖല്ലേ എനക്ക്? പറ, എന്തിനൊക്കെ പറ. സുഖാണ് പറയാ. സൂപ്പർ അല്ലേ? നോമ്പുണ്ടോ എനക്ക്? നോമ്പുണ്ടോ? നോണ പറയല്ലേ? ഇജ്ജ് പോവല്ലേ? ഇതിക്ക് നോക്ക്, ക്യാമറയ്ക്ക് നോക്ക്. നോമ്പുണ്ടോ? ഇജ്ജ് പാട്ടോട്. ഒരു പാട്ടോട്. നമുക്ക് ഇങ്ങോട്ട് വാ, അവിടെ ഒന്ന് പാടാം. വാ നിക്കേ, പാട്ടുപാടേ. വാ, പാട്ടുപാടേ പാടേ. പാടിച്ചൊരു പാട്ട് പാടിക്കാം. എന്തെങ്കിലുമൊക്കെ പറ. ഇല്ലേ പാട്ടില്ല? പാട്ടറിയില്ലേ? എന്നാ നമുക്ക് ക്യാരംസ് കളിച്ചാൻ പോവാം. എന്താണ്? സ്വിമ്മിംഗ് പൂള് ചെറുതാണെങ്കിലും ഉഷാറാണല്ലേ? എന്തായാലും നമ്മളെ നാട്ടിൽ ഇങ്ങനെ റിസോർട്ട് ഇല്ലെന്ന് നമ്മളിപ്പോഴാണ് അറിയുന്നത് ഗൈസ്. മുറ്റത്തെ മുല്ലക്ക് മണല്ലാന്ന് പറയല്ലോ, അതേമാതിരി തന്നെയാണ്. വണ്ടിയൊന്നുമില്ല, വണ്ടിയൊക്കെ പുജിച്ചാണ്. ഇല്ലല്ല, മറ്റേ 18ാം പടി കയറണ പോയിങ്ങി. ഓ പെരുങ്കളി വെറുതെ എന്തിനൊക്കെ ഉണ്ടാക്കണ്ടേ? ഞാനല്ല, നിങ്ങള് കളിക്കും. പോയിന്റിന് കളിച്ചോളി. എന്നാ നിങ്ങള് സിംഗിൾസ് കളിച്ചോളി ഗൈസ്. അവിടെ ഇതൊക്കെ ഉണ്ട് നമുക്ക്, എന്താ പറയാ, അൽഫാം ചൂടാനുള്ള സംഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വരുന്നോല് വരിക. ഇവിടുത്തെ നമ്പറൊന്നും നമ്മളായിട്ടില്ല, താഴെക്കോടാണ് സംഗതി. എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാം. എന്താണ് നാരങ്ങ പിയല്ലേ? എവിടെ ഇത്? കത്തി എവിടെ? വാ കുഞ്ഞാവേ. ബോർഡ് ആരാ? കിങ് ഇരുന്നാണ് ജനവിജ് അല്ല, അങ്ങനെയൊക്കെ തന്നെ പഠിച്ച. പിന്നെ ക്യാമറ അങ്ങോട്ട് പോരട്ടെ. ജ്യൂസ് ആരടിച്ചത്? വിത്തോട്ട് ഇട്ടോ? അല്ല ഞാനല്ല, നിങ്ങൾ തന്നെ അടിക്കണതൊക്കെ. പൈനാപ്പിൾ ഒന്നുമില്ല, ഒരു 300. പൈനാപ്പിൾ അടിക്കാൻ പാടില്ല മുത്തേ. കുറച്ച് വെള്ളം കൂടുതലിടുക. പൈനാപ്പിൾ 4. ഇതിന് നിങ്ങൾ ഇങ്ങനെ മുറിച്ചണു? ജ്യൂസ് അല്ലേ? കഴിക്കാൻ പൈനാപ്പിൾ മിക്സിക്കേ പണി ആക്കണ്ടിട്ട്. അത് ശരി. നോമ്പുണ്ടോ? ശരിക്കും നോമ്പുണ്ടോ അല്ലേ? അല്ലെങ്കിൽ മധുരം നോക്കിച്ചാൽ മതി. നമുക്കേ അപ്പൊ തന്നെ തെല്ലോണ്ട് പാളി. ഡാബ്ജി അല്ലേ? ഡാബ്ജി പാത്രത്തിലൊന്നും ഇല്ലല്ലേ? പിന്നെ നമ്മളെ സമയം അല്ല, ഇനിയിപ്പോ എന്താ സെറ്റ് ചെയ്യാനേ? കഴിഞ്ഞില്ലേ? ഒക്കെ എല്ലാം ഇരിക്കില്ലേ? ജ്യൂസ് അടിക്കണ്ടേ നമുക്ക്? നാരങ്ങളും ഉണ്ടാക്കണം. അത്രയുണ്ടല്ലോ. ഇതില് ബീഫൊക്കെ ഉണ്ടേ. ഏത് ചെമ്പ കഴിക്കണ്ടേ? ഇതോ? ഇത് രണ്ടും കഴിക്കും. ഇത് കഴിക്കി വെച്ചതാണ് ഒന്ന്. ഇതില് പൈനാപ്പിൾ ആക്കല്ലേ ജ്യൂസ്? ഇത് കഴിക്കണം, ചെമ്പട്ടി കഴിക്കണം, എന്തെങ്കിലുമൊക്കെ മേടിക്കണ്ടേ? അല്ലെങ്കിൽ ഞാൻ വെറുതെ വ്ലോഗ് കൊണ്ട് മാത്രം നടന്നു പറയുന്നത്. സുറൂറിനെ വിളിച്ചിട്ടില്ല. എന്റെ ഫോൺ അടിക്ക. ഞാൻ വിളിച്ചിട്ടുണ്ടോ? അത് കട്ട് ചെയ്തോളാം. ഇതിൽ വിളിച്ചോളാം. ഇതില് ഫോണില്ല കുട്ടിയെ. എന്താണ്?
പല്ലിന്റെ സാധനൊക്കെ ഇതെങ്ങനെ ഇതിക്ക് തുപ്പിക്ക പല്ല്? അപ്പൊ വെപ്പല്ലാണിത് നോക്കട്ടെ. മറ്റേ 20 വയസ്സായിരുന്നു അപ്പൊ വെപ്പലൊക്കെ വെക്കേണ്ട അവസ്ഥയായിരിക്കും. എന്താ പൊന്നൊക്കെ കഥ. എവിടെ തട്ടിയില്ല ഞാന്. ഇതിന്റെ ഇത് പറഞ്ഞ ഇത് പാസ്വേഡ് പറയാ. കുട്ടിയൊന്നും ഇല്ലല്ലോ എനിക്ക്. പാസ്വേഡ് 1510. സുറൂർ ബ്രോ സുറൂറാ. ഒന്നില രണ്ടില്ല ഫിൽറ്ററോളാം പുറത്തു പോ. സുറൂർ വിളിച്ചിട്ടുണ്ടായിരിക്കലും. അല്പസമയത്തിന് ശേഷം വീണ്ടും ശ്രമിക്കുക. ഒക്കെ എടുത്തിട്ട് പോന്നാ മയാക്കും പോലെ. നമുക്ക് പൂള് കാണാൻ പോ. പൂള് കാണാൻ അനക്ക് പാട്ടോടാൻ വെക്കോ? പാട്ടോടാൻ വെക്കോ? എന്താ സുറൂർ പറയൂ, എന്തെങ്കിലുമൊക്കെ പറയാം നോമ്പ് തുറനെ കുറിച്ചിട്ട്. ഇത്രയും കാര്യമുള്ളടത്ത് വെക്കണ്ടില്ല. ഭയങ്കര കയറ്റടാ. ഭയങ്കര കയറ്റാണ്. നവാസാക്കോ കൊയങ്ങിയോണ്ട്. നവാസാക്കോ എന്താ വർത്താനം? സുഖല്ലേ? നല്ല വർത്താനം. മോളിൽ എത്തുമ്പോ അതിനെ നോമ്പൊക്കെ മുറിഞ്ഞു പോകാം. അനക്ക് നോമ്പുണ്ടോ? എടാ നോമ്പുങ്കള്ള ശരിക്കും അവിടെ ഉണ്ട്, എല്ലാരും ഉണ്ട്. അനീക്കൊക്കെ ഉണ്ട്. നമ്മള് കയറ്റ കയറി പോയി. പിന്നെ അല്ലാതൊക്കെ എത്ര അല്ലേ. സൂര്യ താഴത്തേക്ക് ഇറങ്ങാം കുറച്ച് പോരെ. അവിടെ പോയി കഴിഞ്ഞാൽ പണിയെടുക്കേണ്ടി വരും. പോണോ അങ്ങോട്ട്? ശരിക്കും എവിടെക്കാണ് പോണ്ടേ? എന്നാ പോയിക്കോ പണിയെടുക്കണം. കൊയങ്ങി ജു വാങ്ങിയോ? ജു വാങ്ങിക്ക പടച്ചോനെ. എന്റെ വണ്ടിയൊക്കെ അവിടെ പാർക്കിങ്ങിലുണ്ട്. അത് കട്ട് ചെയ്തോ. സുറൂർ വിളിച്ചോളൂ. എന്റെ ഫോണിൽ തന്നെ ഒന്നും എടുക്കണ്ട. ഒക്കെ കട്ട് ചെയ്തോ. വീഡിയോ പോസ് ആവണമെന്നൊന്നുമില്ലല്ലോ. കോൾ വരുമ്പോ ഇനി കട്ട് ചെയ്തു. പിന്നെ കട്ട് ചെയ്തു. ചെറിയ നാസർ എത്തിക്കുന്നു. ഓ മൂപ്പര് വന്നിട്ടില്ല. പിന്നെ മറ്റേ ഐസ് ക്യൂബിന്റെ എന്താ കാട്ടണേ? ചോയ്ക്ക് എന്നോട്. ഞാൻ ഓക്കെ. നവാസാക്കൊക്കെ അവിടെ എത്തിക്കണു. ഇത് കൊണ്ടുവരണ്ടോ അവിടെ പേരൊക്കെ പോയിക്കണു. നമ്മളെ ഷെബിവാക്കും ഫവാസും പറയൂ എന്തെങ്കിലുമൊക്കെ രണ്ട് വാക്കി കയറ്റത്തിനെ കുറിച്ച് പറയാൻ. ഏറ്റവും ഉഷാറല്ലേ ഒമ്പതരക്ക് ഇറങ്ങില്ലേ? അപ്പൊ നമ്മള് 9 മണിക്ക് ഇറങ്ങണ്ടേ? 10 മണിക്ക്. നമ്മള് 10 മണിക്ക് ഇറങ്ങും. മറ്റേ ഇവിടെ ഞങ്ങളെ ബോസ് ഗ്രൂപ്പിന്റെ പരിപാടി ഉണ്ടായിരുന്നത് ഉഷാറായിരുന്നു. എവിടെ നിസ്കരിച്ചിരുന്നത്? ഇവിടെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ തന്നെ നിസ്കരിച്ചാ. ഇനി നമുക്ക് പൂള് കാണാം. കസാല വേണം. കസാല ഇല്ലല്ലോ ഇവിടെ. കസാല ഇല്ലേ മുത്തേ? കസാല അല്ലടാ മുകളിലില്ലേ? 2 ഉണ്ടാവില്ലേ? വയസ്സായിടാ. പൂളൊക്കെ കാണിച്ചിട്ടില്ല. അവിടെ സെറ്റ് ചെയ്യാണ്. നമുക്ക് കുറച്ച് സംവാദിക്കാം. ഇപ്പൊ തന്നെ ഊണിന് നല്ല കോമഡി ഉണ്ടാവും. തേനീച്ചൊക്കെ ഉണ്ട് ഇതില്. എന്ത് ഫ്ലോറിനോ? ആ ആ ആ വരുമ്പോ എടുക്കാം. ചാർജ് ചെയ്യാൻ വെക്കണോ? സുറൂർ വരൂ. എന്താണ് പറയാനുള്ളത് നമ്മളെ ചങ്കുകളോട്? ചാവിയാണോ? ഒരു മിനിറ്റ് ചാവി കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ പറയാം. ക്യാമറ ഓഫായിക്കോ. ഇല്ലടാ ഓൻ്റെ എടുക്കോ. ഫ്രീ സ്റ്റൈൽ ആസിഫ് പരിക്കാരനെ ഫ്രീ സ്റ്റൈൽ ഫീൽഡിലേക്ക് തിങ്ങി. കുഞ്ഞാവനെ വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ടെന്ന് അറിയാം. വീഡിയോയിലുണ്ട്. എന്തൊക്കെയാണ് നമ്മളെ പോസ്റ്റർ എങ്ങനെ? മോനെ മാരൊക്കെ പോസ്റ്റർ ആയിരുന്നു അല്ലേ? അത് കണ്ടോ? ഒന്ന് കാണിച്ചു കൊടുക്കുക ക്യാമറയ്ക്ക് ഒന്ന്. കണ്ണമാന ലൈനുണ്ട്. അതാണ് കിട്ടും. എന്നാലും ഒന്ന് നോക്കി നോക്ക. ഞാനേ ക്രോമിൽ ചാറ്റ് ജിപിടിയിൽ സാധനം കൊടുത്തിട്ടോ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫോണിൽ വേറെ ഫോണിൽ ചെയ്തിട്ടോ. സ്കാൻ ചെയ്തിട്ട് ആൻസർ പറയാം. ഇതിൽ ഫുൾ ഇതാണ്. ഗ്രീൻ ലൈൻ ആണ്. ടെക്നിക്കൽ ഇഷ്യൂ ആണ്. അതിന് തന്നെ റെഡിയാക്കിയാൽ റെഡിയായി കൊണ്ടുപോകാൻ.
എത്ര ഉത്തരം റെഡിയാക്കാന്? എത്രയാവുന്നു? 10 സുറൂറിന് ആരെങ്കിലും സ്പോൺസർ കിട്ടും ഇനി ഫോൺ മാറ്റാൻ? 10 ലൈൻ ആയിക്കുന്നു അല്ലേ? നമുക്കും ഒരു സ്പോൺസർ 10 ലൈൻ ആയിക്കുന്നു. നോ പ്രോബ്ലം. ഇനി എടുക്ക്, എന്നാലും കാണിച്ചു കൊടുക്കാം നമുക്ക് പോസ്റ്റർ. പൂളോ ആവു ഒന്ന് ഓരോട് ചോദിച്ചു നോക്കി എല്ലാരോടും. കേട്ടോ ആ ശ്രദ്ധ മാറുന്നുണ്ട്. വണ്ടിന്റെ ചാവി ഡിക്കി കിട്ടുന്നു തരേ എന്നാല്. ഉണ്ടോ? കേക്ക് ടാബ്സ് വരുന്നുണ്ട്. എങ്ങനെ ചതുരാണെന്നോ? ആ അടിപൊളി. അത് പ്രശ്നമായി. 3 പിന്നാണല്ലേ? അതാ അതിൽ വെച്ചടി ഞാന്. ചാവിയോ എന്നാ അതെ ഇത് അല്ലത് അതിൽ വെച്ചടി. ഞാൻ ഇനി ഇത് ചാവി ഇവിടുന്ന് എറിഞ്ഞു കൊടുക്കും. അവിടെ ആരാ രണ്ടാളുണ്ട്. കേക്ക് ടാബ്സ് ഒന്ന് കൂടും. എന്നാ ഫൈമ കേറല്ലേ ഇതുകൊണ്ട് ഇനി ചാവി വേണ്ടല്ലോ, അത് അടച്ചിട്ടില്ലല്ലോ. ഷെയ്നെ കേക്ക് ടാബ്സ് എന്റെ വണ്ടിയിലേ ഇതുണ്ട്, ചാർജറാന്ന് എടുക്ക് മോനെ. ജഡ്ജ് സെറ്റപ്പ് പറയോ? ഷെയ്ന് തുണി എടുത്തൂലേ? പറ്റിച്ചോടാ ജോനെ. എന്തെന്റെ കേക്ക് അതൊരു മനുഷ്യനെ നമ്മൾ ആ മാസത്തിൽ നുണ പറഞ്ഞ് പറ്റിക്കുക. പ്രഭാഷണ ഇതൊക്കെ അങ്ങനെ ഇടും. എന്തിപ്പൊ തന്നെ ഇറങ്ങാ വെള്ളത്തേക്ക്? ഇങ്ങോട്ട് അടുത്താ ഇപ്പൊ തന്നെ നോമ്പ് മൂരി മനസ്സാ. എന്നോട് ഇന്നാളെ മദർസ പഠിച്ചപ്പോ പറഞ്ഞു ഉസ്താദ്. ല്ലേ എന്തേ ജിഷാദെ നോമ്പ് മുറിയല്ലേ പുള്ളിപ്പ് ഇറങ്ങിയാലേ? മുറിയില്ലേ? മുങ്ങിയാലേ? മുങ്ങാല് നമ്മപ്പോ ഇങ്ങനെ പാറി കളിക്കല്. എടാ ചെങ്ങായി ചെരുപ്പിട്ട് പോവല്ലേ? ഇത്ര മനുഷ്യന്മാര് ഇവിടെ ചെരുപ്പിട്ട് അങ്ങോട്ട് പോണ കാണുമ്പോ ഇജ്ജ് മാത്രം ചെരുപ്പിട്ട് പോവാ. എന്നോടല്ലോ അവനോടാണ്. ജോലി കേട്ടോ. മാഷാല്ലാ ഇത് ഷെയ്ബിന്റെ തൊപ്പിയല്ലേ സത്യം പറഞ്ഞ? എന്ത് കണ്ണട തരും? കട്ടിയാലോ മേലെ കോട്ടെ, മേലെ കോട്ടെ. നമുക്ക് മേലെ പോവാ. എന്താ വർക്കൊക്കെ ഉണ്ട്? ഇതൊക്കെ എന്താണ്? അസ്സലാമലൈക്കും. ഇതും കൊണ്ടേക്കോ. ഇവിടെ അല്ല അവിടെയാണ്. ഡാസ്ബി പൗതി മൂലയാണ്. പൗതി മൂലരെ എന്ത് മൂലര്? ചെരുപ്പിടട്ടെ ഒരു സുഹൃത്തെ ഈ മേലക്കാറ. അല്ല ചേപ്പിളി വെള്ളത്തിൽ ഇറങ്ങണ്ട്. അങ്ങോട്ട് കഴിഞ്ഞിട്ട് പോവാ. വെള്ളത്തിൽ ചാടിയോക്ക. കൂലി താമിക്കോ കണക്ക്? ചെങ്കോലി താമിക്കോ? നോമ്പ് മുറിയോ ഗൈസ്? ഇത് കമന്റ് ചെയ്യാം. നോമ്പ് മുറിയോ ഇല്ലേ? എന്താണ് നിങ്ങളെ അഭിപ്രായം? അടിച്ചേ സൂം ചെയ്തെടുക്ക് ഇജ്ജ്. ഗ്ലാസ് എന്തിനാ? ഫോട്ടോ ഒന്നുമില്ല നമ്മളടുത്ത്, ഫോട്ടോഗ്രാഫർ ഒന്നുമില്ല. അല്ല പൊട്ടച്ചോനെ ഉഗല്ലേ ഊണ് കഴിഞ്ഞാ 4 സ്റ്റിച്ച് ഔട്ടോ. ഫോട്ടോ ഒന്നും അതിൽ വരൂല, വീഡിയോ മാത്രാണ്. ഫോട്ടോ എടുത്തു വള്ളത്തിൽ കൂടെ മാറ്റാല്ലേ നിങ്ങൾക്ക് രണ്ടാൾക്കും? പോയില്ലേ വള്ളത്തിൽ പോയി? വാസു നിങ്ങൾ വള്ളത്തിൽ ഇറങ്ങണ്ടോ ഇപ്പൊ തന്നെ? ആയി എന്താണ് വാസാക്ക് വെള്ളം പ്രശ്നമാണ്. ആനക്ക് വെള്ളം പ്രശ്നമുണ്ടോ? ഇജ്ജൊരു പാട്ട് പാടി. ആടെ എത്ര ആൾക്കാർ കാണുന്ന ഇജ്ജ് പാടുന്നത്? ഒരു 10 ആളെന്തായാലും കാണും. എടാ ഓനെടാ സങ്കടപ്പെട്ടിരിക്കടാ. അങ്ങോട്ട് നോക്കാ. ഓനക്ക് പന്ത വള്ളത്തിൽ പോയി. അങ്ങോട്ട് നോക്കാ. പന്ത് കിട്ടുമല്ലേ അതിന്റെ ഇടങ്ങേറിലാണ് അവന്. മഷാല്ലാ കാര്യങ്ങൾ നടക്കട്ടെ. നമുക്ക് പോവാ പോരെ? മേലെ പോവാ. സുറുവ ഞാൻ മേലുണ്ട് കിച്ചണിൽ പോട്ടെ. അത് പോയി കിട്ടണില്ലേ? ഓട്ടോമാറ്റിക് അയച്ചും കിട്ടണുണ്ട് ഇടക്ക്. എന്തായാലും നല്ല നെറ്റ്വർക്ക് ഉണ്ട്, നമുക്ക് കിട്ടുന്നുണ്ട്. ചാർജറിന്റെ അടുത്തതാ ചങ്ങായി. ചാർജർ ചിന്റെ അടുത്ത് നിനക്ക് കൊടുത്തിട്ട് കാലോടെ വെച്ചാത്തോണ്ട മുത്തേ. ഞാൻ വാവ ഉറങ്ങിയോ? വാവേ ഇല്ല. ഇക്ക സുഖാണോ?
പൊതുപരീക്ഷ കഴിഞ്ഞ ഇന്നലെ കഴിഞ്ഞില്ല പൊതുപരീക്ഷ? വാ ഇജ്ജ് പറയ്. പറ, എല്ലാരോടും തോർക്കാൻ പറയാം നമുക്ക് പരീക്ഷ ജയിക്കാൻ വേണ്ടി. പൊതുപരീക്ഷ തന്നെയല്ലേ? സ്കൂളത്തെ പൊതുപരീക്ഷ കഴിഞ്ഞു. ഇങ്ങോട്ട് കയറിയപ്പത്തിന് CBSE ബോർഡ് എക്സാം വരുന്നു. അപ്പൊ എല്ലാരും ഓനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പാസ്സാവാൻ. എത്ര A+ കിട്ടും? അങ്ങനൊന്നുമില്ല, പാസ്സായാൽ മതി. A+ കിട്ടിയ ചെലവുണ്ടോ? ചെലവുണ്ട്. എന്തിട്ടാ? ഒരേ A+ കിട്ടിന് എന്ത് കിട്ടും? അത് നിങ്ങൾ പറയണ മാതിരി. ഒരേ A+ന് എന്താ ഉണ്ടോ? ഒരേ A+ന് എന്ത് വാങ്ങി തരും? എന്നാ നമുക്ക് റിസൾട്ട് വന്നിട്ട് കാണല്ലേ? ഇനി വൈകിട്ട് കിട്ടോ? അടിച്ചു മാറ്റിയില്ലേ? കഥകളാണ് നമുക്ക് വേണ്ടത്. അതെ, കുറച്ചുകൂടി വെള്ളം കൂട്ടി അടിക്കും. കുറച്ചുകൂടി വെള്ളം. നമുക്ക് ഇനി എന്താ അറിയോ, വളരെ രസമായിട്ട് പോരാ, കാരണം ലീക്ക് ഫാമിലി കയറിയിട്ട് പിന്നെ എപ്പോഴാ കേറുന്നത് വരാവുന്ന ഫാമിലി ഫാൻസി കിട്ടുകയാണ്. അങ്ങനെയെങ്കിലും ഒന്ന് പെണ്ണിട്ടെ. അല്ല നമ്മളെ ഇല്ലല്ല വ്ലോഗിൽ പറയുന്നുണ്ട്. അല്ലേ ഫാൻസി കൊണ്ടെടുക്കണോ അതോ ഷെബീബ ചെയ്തിക്കണേ? ബസ് അങ്ങോട്ട് റിക്വസ്റ്റ് കൊടുത്തു. ഇന്നോടും പറഞ്ഞു ഇനി 3 മാസം കൊണ്ട് റെഡിയാക്കാറുന്നു. അപ്പൊ 3 മാസം കൊണ്ട് നമുക്കൊരു കല്യാണം കൂടാം. ഗൈസ്, അപ്പൊ നോമ്പ് തുറ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പൂളിൽ പോകുന്നു, ചാടുന്നു, പിന്നെ കേറുന്നു, ഫുഡ് കഴിക്കുന്നു. അപ്പൊ വരും പൂളിൽ പോയി നോക്കാം. ഓക്കെ, ഇത് ക്യാമറ പൊട്ടത്തരം കാട്ടല്ലേ ബ്രോ? കൊറേ ആൾക്കാര് ഇതൊന്നും നിങ്ങളെ കൊണ്ട് നടക്കൂല. കൊറേ ആൾക്കാര് നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റൂല. ബറ്റാലിയൻ ടീമിൽ ഇത് ഫണ്ടില്ല, ക്ലബില്ല, എന്തൊക്കെ പുതിയ കാണിച്ചു കൊടുക്കാം. റിസോർട്ട് ശരിയാക്കും. വരൂ, എടുത്തോട്ട് വരൂ. നമ്മളെ ഞാൻ സ്പോൺസർ ചെയ്തതുകൊണ്ട് പറയല്ല. അടിപൊളി അടിപൊളി. നാസറിന്റെ അടുത്തേക്ക് അടിപൊളി 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 അടിപൊളിയാണ്. ഒക്കെ സെറ്റാണ്. ഇന്ത്യ ജയിച്ചു. കളി ഇന്ത്യ ജയിക്കുണ്ടാവൂലേ? ഇന്ന് സഞ്ജു എത്ര സ്കോർ ചെയ്യും? സഞ്ജു 67 റൺസ്. 67 റൺസ്. ഇന്ത്യ എത്ര സ്കോർ ചെയ്യും? ഇന്ത്യ 227. 220. എത്ര നമുക്ക് ജയിക്കാം? നമ്മളൊരു 35 റൺസിന് 35 റൺസ് ജയിക്കും. അപ്പൊ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യും. സുഹൃത്ത് ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഫുൾ സപ്പോർട്ട്. നമ്മളെ വേറൊരു കാര്യം, നമ്മളെ മറ്റേ പ്രവാസി സുഹൃത്തുക്കളോട് എന്താണ് പറയാനുള്ളത്? ഇത് സ്പോൺസർ ചെയ്ത അവർക്ക്, അവരും നമ്മളെ സ്പോൺസറും ഞാനാണ്. അങ്ങനെ ഒരു എന്നെ നിർത്തിക്കൊണ്ട് നടക്കുന്ന അങ്ങനെ ഒരു വർത്താനം മുന്നിൽ നിർത്തി കാണാൻ ഭയങ്കര മോശം. കളി എന്താ സംസാരിച്ചിട്ടുണ്ടോ? സഞ്ജു സാംസൺ നല്ല അടിയാണ്. നമുക്കൊരു അടിയുണ്ട്. എന്താണ്, എന്ത് ബിരിയാണിയാണ്? എന്താണ്? തലപ്പാക്കട്ട് ബീഫ് ബിരിയാണി. ശിവാക്കോ അപ്പൊ അന്തൊടുക്കി വലിയ പന്തുണ്ട്. അപ്പൊ ഗൈസ്, ഇനി നമ്മള് പൂളിക്ക് ഇറങ്ങണം. അപ്പൊ ഇനി പൂളിക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്ന കഥകൾ അത് കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ ഓക്കെ, ബൈ. വോളിബോൾ ടൂർണമെന്റ് ഏതാനും നിമിഷങ്ങൾക്ക് അന്താരാഷ്ട്ര പ്ലേയേഴ്സ് അവിടെ ബിരിയാണി തലപ്പാക്കട്ട് കുട്ടൻ ബിരിയാണി കഴിച്ചോണ്ടിരിക്കുകയാണ്. ഓല് വന്ന ഉടനെ വോളിബോൾ മത്സരം ആരംഭിക്കുന്നതാണ്. അല്ല കൊലനെ നോക്കടാ. ഒരു മിനിറ്റ്, നമ്മളിത് വെയിൻഡപ്പ് ചെയ്യണതിന്റെ മുന്നേ KK ടാബ്സിന്റെ ഒരു പാട്ട്. KK ടാബ്സി വെള്ളത്തിൽ നിന്ന് പാട്ട് പാടും. സാധകം ചെയ്യും. സുഹൃത്തെ പാട്ട്, ഒരു പാട്ട്.
ചെമ്പനി ചെമ്പനിനൊക്കെ കഴിഞ്ഞോളാം. സുഹൃത്തെ ഒറ്റ ഒറ്റ പാട്ട് മതി സുഹൃത്തെ. നമ്മളെ പ്രേക്ഷകർ കരിമിഴിയുള്ള കളവാളിക്കാർ കൂന്തല് കണ്ടപ്പോ അപ്പൊ ഓക്കെ ഗൈസ്, ഇന്ന് ഇത് കഴിഞ്ഞിട്ട് കാണാം. ഇത് നമ്മളെ ഇത് ഓഫാക്കല്ലേ നമ്മളെ സുഹൃത്ത് ക്യാമറാമാൻ പറയാ, എന്താ പറയാനുള്ളത്? അപ്പൊ ഇനി കൂടുതൽ എൻജോയ് ചെയ്തിട്ട് ബാക്കി കാണാം, ഫുഡ് കഴിക്കുമ്പോ കാണാം. ഗൈസ്, അപ്പൊ നമ്മളെ പൂളിലെ നീരാട്ടം കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ എന്താ ഫുഡ് കഴിച്ചാൻ പോവാ. അപ്പൊ ഇനി ഫുഡ് കഴിച്ചാൽ അവിടെ പോയിട്ട് കാണാം ഗൈസ്. ഗൈസ്, അപ്പൊ അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കണം അവിടെ എത്തി. ഇനി അവിടെ ഫുഡ് എന്തൊക്കെ സെറ്റ് ആയിക്കണമെന്ന് പോയി നോക്കാം. ഇവിടെ നമ്മളെ ഖജാൻജി ചെരുപ്പതിന് ഊരിനു വ്ലോഗ് എടുക്കട്ടെ. ബാ. അപ്പൊ ഗൈസ്, നമ്മളെ ഫുഡ് സെറ്റ് ചെയ്തിരിക്കണത് എവിടുന്ന ശരിയാക്കുക ഫുഡ്? ഫ്രൈ പാൻ കിച്ചൺ എന്നാണ്. ഫ്രൈ പാൻ കിച്ചണിന്റെ ബീഫ് ബിരിയാണിയോ കുട്ടൻ ബിരിയാണി. ഇതുവരെ നല്ല അഭിപ്രായമാണ്, നല്ല അഭിപ്രായമാണ്. നമ്മള് കഴിച്ചോക്കട്ടെ, എന്നിട്ട് പറയാം ബാക്കി എന്താ അവസ്ഥ. ഓക്കെ ഓക്കെ. അപ്പൊ ഗൈസ്, ഇനി നമുക്ക് കുഞ്ഞാവാ അദീപ് എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? ചിങ്കിച്ച് ചിക്കാക്കി എന്താ സംഗതി ഉണ്ടല്ലോ ഡയലോഗ്. ഷാറല്ലേ? തൈരില് അത്രയുള്ളൂ. ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ നോമ്പറ ദൂരം ഉണ്ടാക്കിയിട്ടില്ല. ഒപ്പം നടന്ന ആൾക്കും അതിന്റെ ഒപ്പം നടന്ന ആൾക്കും ഈ നോമ്പ് തറ കോർഡിനേറ്റ് ചെയ്ത സ്വന്തമായി തൈരിൽ കുറച്ച് ഉപ്പിട്ട് അടിപൊളി. അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ട് കാണുള്ളൂ. പിന്നെ അപ്പൊ ഗൈസ്, നമ്മളെ ഫുഡ് അടിയും പരിപാടിയൊക്കെ കഴിഞ്ഞു. നോമ്പുതുറ അൽഹംദുലില്ലാ അടിപൊളിയായി നടന്നു. പിന്നെ ഇപ്പൊ എല്ലാരും ഇന്ന് ക്യാരംസും കാര്യങ്ങളൊക്കെ കളിച്ചാണ്. അപ്പൊ ഇനി എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.